ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ചിക്കൻ കുറുമയും അതുപോലെ ചപ്പാത്തിയും ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തവണ ചിക്കൻ വാങ്ങിക്കുമ്പോഴും പല പല രീതിയിൽ ഉണ്ടാക്കാമെന്നുള്ളൊരു താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ. എപ്പോഴും നമ്മൾ ചിക്കൻ വരട്ടിയിട്ടും നമ്മൾ നാടൻ രീതിയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളിൽ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കായാലും അങ്ങനെ സ്ഥിരം ഒരുപോലെ ഒരു വെക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ആർക്കും ചിക്കനോട് വലിയ പ്രിയമൊന്നുമില്ല. എനിക്കും പിള്ളേർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഫ്രൈ ആണെങ്കിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതുപോലെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കണം. ചൈനീസ് ഐറ്റംസ് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു വിരസത, ആവർത്തന വിരസത മാറ്റാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും റെസിപ്പീസൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങി കൊണ്ടുവരുന്ന ദിവസം അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പല പല ബോക്സുകളിലാക്കി ഞാൻ ഫ്രീസറിൽ വെക്കും. അതിൽ നമുക്ക് വേണ്ട ദിവസം അതിൽ നിന്ന് ഓരോ ബോക്സ് എടുത്തിട്ട് അതിലിപ്പോൾ പൊട്ടറ്റോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ റെസിപ്പികൾ ട്രൈ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചിക്കൻ കുറുമ വയ്ക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിക്കൻ്റെ എന്ത് റെസിപ്പീസ് ഞാൻ ചെയ്യുകയാണെങ്കിലും മിക്കവാറും അതിനകത്ത് പൊട്ടറ്റോ ഞാൻ ചേർത്തിട്ടുണ്ടാകും. കാരണം ഇവിടെ എനിക്കും പിള്ളേർക്കും പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടികൾ ചിക്കനേക്കാളും കൂടുതൽ പൊട്ടറ്റോ പീസ് കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് കുറച്ചധികം തന്നെ ഇടുന്നത് കേട്ടോ. ഇതെന്ത് ഇത്രയധികം പൊട്ടറ്റോ ഇട്ടേക്കണമെന്ന് വിചാരിക്കല്ലേ, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത്, നമ്മൾ കുക്കറിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പകുതി മസാല എടുത്ത് ഞാനിതേ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഒരു 2 ഗ്രാമ്പു, ഒരു 3-4 ഏലക്കായ, ഇത്രയും മാത്രം കാര്യങ്ങൾ ചേർത്തിട്ട് നല്ലപോലെ അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കൊണ്ടുവരാം കേട്ടോ. കുക്കറിലപ്പോൾ ഇരിക്കുന്ന ബാക്കി മസാലയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഞാനൊരു 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. ബാക്കി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അങ്ങനെ ആവിയൊക്കെ പോയിട്ട് തുറന്നിട്ടുള്ളതാണ് കേട്ടോ. അത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പണി തീർക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അരച്ച അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉപ്പിൻ്റെയോ ഒക്കെ കുറവുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുക. ചെറിയൊരു പുളി കിട്ടാനായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വട്ടത്തിലോ അല്ലെങ്കിൽ സെമി സർക്കിളായിട്ട് അരിഞ്ഞതോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടിൽ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബോയിൽ ചെയ്തിട്ട് ഒരു മീഡിയം കട്ടിയാവുന്ന രീതിയിൽ വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല. വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും ചേർക്കാം. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും വിനാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സാക്കി ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ആക്കിയത്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയിലേക്കുള്ള വെള്ളമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത്ര തന്നെ ഉള്ളൂ. ഇത് അപ്പം, ഇടിയപ്പം, അതുപോലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, ചപ്പാത്തി അങ്ങനത്തിനൊക്കെ നല്ല ടേസ്റ്റാട്ടോ. അധികം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ ഈ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ അതിന് വെജിറ്റബിൾസിന് പകരം ചിക്കൻ ചേർക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം. ഇത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേറൊരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പച്ചമുളകും കുരുമുളകും അതുപോലെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒരു മഞ്ഞ കളറിൽ ലൈറ്റ് യെല്ലോ കളറിലിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി. ഇതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ കണക്കറിയാത്തതുകൊണ്ട് തന്നെ ഇത് എത്ര വെള്ളം ഒഴിച്ചാലാണ് ഇത് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം കുറേ പൊടിയിടും, പിന്നെ അത് ശരിയാവും വെള്ളം ഒഴിക്കും. അപ്പോൾ വെള്ളം കൂടും. വെള്ളം കൂടി കഴിയുമ്പോൾ വീണ്ടും പൊടിയിടും, വീണ്ടും വെള്ളം ഒഴിക്കും. ഇങ്ങനെ ആയിട്ട് കുറേ മാവായിട്ട് വരും. അവസാനം ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് കുഴച്ച് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാക്കും, ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. പിറ്റേ ദിവസം വീണ്ടും എടുത്തിട്ട് ഇടിച്ച് പരത്തി കുഴച്ച് വീണ്ടും അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ തീർക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് മനസ്സിലായത്. ചെയ്ത് പ്രാക്ടീസ് വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ 1 കപ്പിന് 1/2 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഒരു തരി പോലും കൂടണ്ട. ഒരു പൊടിക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല ഇതിൽ വരും. പിന്നെ ഞാനെപ്പോഴും ഈ സ്റ്റോറിലെ പൊടി കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നല്ല തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കാറുള്ളത്. എനിക്ക് മറ്റേ സാധാരണ നമ്മൾ ആശീർവാദമൊക്കെ പോലത്തെ പൊടികൾ യൂസ് ചെയ്യണമെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുഴക്കാറുള്ളത്. കുറച്ച് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ പച്ചവെള്ളത്തിലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിത് ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ്. കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി വയ്ക്കും. അതിനുശേഷം കൈ കൊണ്ട് കുഴക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കുക, ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഏറ്റവും നമുക്ക് ദേഷ്യം വരുന്നൊരു ഭാഗം കൈവിരലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മാവ് പറ്റി പിടിച്ചിട്ട് അത് ഭയങ്കര ഒരു ശല്യം പോലെ തോന്നില്ലേ.
അതൊക്കെയല്ലേ. ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര അധികം ഒട്ടിപ്പിടിക്കലുണ്ടാവില്ല, വേഗം കുഴഞ്ഞും കിട്ടും. ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുഴക്കണം. ഇതിങ്ങനെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ശരിയാവാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ കുറച്ച് കുറച്ചായിട്ട് ഭാഗങ്ങളാക്കി മാവ് എടുത്തിട്ട് കുഴച്ച് കുഴച്ച് അങ്ങനെ സോഫ്റ്റായിട്ട് എടുത്താൽ മതി. വേഗം തീരൂട്ടോ. ഇങ്ങനെ പറയുന്ന പോലെ കുറേ ടൈമൊന്നും എടുക്കില്ല. പിന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ഉണ്ടാക്കിയെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അതും നമ്മളിതുപോലെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് കേട്ടോ. എത്ര തിളച്ച വെള്ളത്തിലോ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചാലും ശരി, ഒരു 20 മിനിറ്റ് അതങ്ങനെ വെക്കണം, പൊടി ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട്. അതൊക്കെയാണ് ഇത് ചപ്പാത്തി ശരിയാവാനുള്ള ടിപ്പ്. പിന്നെ ഞാനിതിൽ എണ്ണ ഈ കുഴയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ ഉരുണ്ട് ഇങ്ങനെ എല്ലാ ഇതിൽ കിട്ടാനായിട്ട്. അല്ലാണ്ട് പിന്നെ ചുടുന്ന സമയത്ത് ഞാനിപ്പോൾ എണ്ണ തേക്കാറില്ല. വേണമെങ്കിൽ നമുക്ക് എണ്ണയോ നെയ്യൊക്കെ ആ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം നമ്മൾ തിളപ്പിക്കില്ല ആ സമയത്ത് ആ വെള്ളത്തിലേക്കും ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സിമ്പിളായിട്ടുള്ളൊരു മസാല കാണിച്ചു തരാം കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി കുറച്ചിടുക, പിന്നെ കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി ഇടാൻ പാടില്ല കേട്ടോ അതിൽ. ഈ റെസിപ്പിയിൽ മല്ലിപ്പൊടി ഇടരുത്, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. പിന്നെ ഗരം മസാല അങ്ങനത്തെ ഒന്നും വേണ്ട. മഞ്ഞൾ, മുളക്, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ പെപ്പർ ഇടാം. പിന്നെ വേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ്. വിനാഗിരിയാണ് കൂടുതൽ എനിക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചിട്ടാൽ നല്ലത്. ലൈമാകുമ്പോൾ ഇത്തിരി സമയം എടുക്കുന്നു മാത്രം, രണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് നല്ല തൈര്, അധികം പുളിയില്ലാത്ത തൈര് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു 1.5 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർക്കണം. നമ്മുടെ പത്തിരിപ്പൊടി, ഇടിയപ്പം പൊടിയില്ലേ, അതും കൂടി ചേർത്ത് മിക്സാക്കി കുറച്ച് പച്ചമുളകും ഉപ്പ് വേണം കേട്ടോ, അതൊക്കെ ചേർത്ത് നല്ലപോലെ തിരുമ്മിയിട്ട് വെക്കുക. ഒരു വിനാഗിരി ചേർക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അതല്ല ലൈമാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചോട്ടോ, ലെമൺ ചേർക്കുകയെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എണ്ണയും കുറവും മതി. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. നന്നായിട്ട് വേവും, നല്ല ക്രിസ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിനും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണത്. ഓയിലിൽ എപ്പോഴും നമ്മളിങ്ങനെ മുക്കി പൊരിച്ച പോലെ എടുക്കണമെന്നില്ല. നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ റെസിപ്പി. ഞാൻ മസാല പുരട്ടി ചിക്കൻ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സമയമാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ നാളേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ, ഉഴുന്ന് ദോശ. അപ്പോൾ അതിനുള്ള അരിയും ഉഴുന്നും പിന്നെ ചവ്വരിയും ഒക്കെ ഞാൻ ഇതുപോലെ കുതിർത്താനിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ദോശമാവും ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്ത് ശരിയാവാത്തവർ. അപ്പോൾ ഇതുപോലെ കുതിർത്തി കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാനിങ്ങനെ അരി ഉഴുന്നും ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചാട്ടോ കുതിർത്തുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആക്കാറില്ല. സെപ്പറേറ്റ് ആക്കിയോണ്ട് വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാം കണക്ക് തന്നെ. പിന്നെ നമുക്ക് 2 പണി എടുക്കാമെന്നുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ കുതിർത്ത ഈ വെള്ളം അങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും അരയ്ക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് കുതിർത്തുന്നവരാണെങ്കിൽ അരി കുതിർത്തിയ വെള്ളം അങ്ങോട്ട് കളയുക, എന്നിട്ട് ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ ഇതുപോലെ അരിച്ചെടുത്തിട്ട് അരച്ചാലും മതി. പിന്നെ അതിലേക്ക് ഇതാ 1 ഗ്ലാസ് ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റേഷ്യോ എന്താണെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് പച്ചരി, ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 ഗ്ലാസ് ചോറ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് ചവ്വരി. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഉലുവ ചേർക്കുന്നില്ല കേട്ടോ. ഉലുവ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ കുറയുന്ന പോലെയുണ്ട്. സാധാരണ ഞാൻ ചേർക്കാറുണ്ട്, ഇപ്പോൾ ഇത്തവണ അങ്ങനെ ചേർത്തിട്ടില്ല. പക്ഷേ നല്ല രീതിക്ക് അത് പതഞ്ഞ പോലെ വരും കേട്ടോ മാവ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് ഒരു അരിപ്പയിലിട്ട് മിക്സ് ആക്കിയിട്ടാണ് പിന്നെ അരച്ചെടുക്കുന്നത്. സാധാ പോലെ തന്നെ കല്ലുപ്പൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുക. പണ്ടൊക്കെ ഞാൻ ഗ്രൈൻഡറിലായിരുന്നു കേട്ടോ അരച്ചുകൊണ്ടിരുന്നത്. ആകെ 4 ആളും ഉണ്ട്. പിന്നെ ഒരു ഗ്രൈൻഡറിൽ അരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ കാര്യമൊന്നുമില്ല. നല്ലൊരു മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അരച്ചെടുക്കുക എന്നുള്ളത് പിന്നെ എനിക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലായി. ഇത് എല്ലാ ആഴ്ചയിലും അല്ലെ 1-2 തവണയൊക്കെ നമ്മളിതുപോലെ ഈ മറ്റേ ഗ്രൈൻഡറിൻ്റെ നല്ല വെയിറ്റുള്ള കല്ലൊക്കെ എടുത്ത് പൊക്കി കഴുകി, അത് കഴിഞ്ഞിട്ട് അരച്ചതിൻ്റെ വീണ്ടും കഴുകി അത് ഉണക്കാൻ വെച്ച് നല്ലൊരു ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. അധികം ആളുണ്ടെങ്കിലൊക്കെയല്ലേ നമുക്കത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല പ്രീതിയുടെ ഒരു മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഇരട്ടിപ്പണിയുടെ ആവശ്യമില്ലല്ലോ. അതോടുകൂടി ഗ്രൈൻഡർ ഞാനൊരു മൂലയ്ക്കാക്കി. ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിയ സംഭവമാണ്. അതായത് പാചകമൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങനെ എനിക്ക് ഗ്രൈൻഡർ വേണം, ഇഡ്ഡലി ഉണ്ടാക്കണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. പിന്നെ അതിൻ്റെ യൂസൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. നമ്മളെപ്പോഴും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ എളുപ്പമായിട്ടുള്ള രീതിയിലേക്ക് മാറാൻ നോക്കില്ലേ, ആ ഒരു ഇതും വെച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ മാറ്റങ്ങൾ എൻ്റെ കാര്യത്തിലും സംഭവിച്ചു. അങ്ങനെ മാവൊക്കെ അരച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ചാണ്, 2 തവണയായിട്ട് ഞാൻ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി, കല്ലുപ്പൊക്കെ ഇടണം കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കാറുള്ളത്. പിന്നെ ഞാനതങ്ങനെ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ പപ്പടത്തിൻ്റെ ഒരു കോലുണ്ടല്ലോ, ആ കോലിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങിനൊക്കെ അറിയാണ്ട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതല്ലേ സേഫ് എന്ന് കരുതിയിട്ട് ഇത് വാങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ, കുട്ടികൾക്ക് 4 മണിക്ക് വരുമ്പോഴേക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ ബാറ്ററൊക്കെ ഉണ്ടാക്കി തന്നെ കാണിച്ചു തരുന്നത്.
അപ്പോൾ ആ എണ്ണയുടെ ചൂടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ പഴംപൊരി ഉണ്ടാക്കി നോക്കാം. ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ റെസിപ്പീസ് യൂട്യൂബിലൊക്കെ തപ്പിയൊക്കെ പല രീതിയിലൊക്കെ പരീക്ഷിച്ചു. ഏറ്റവും നല്ല റെസിപ്പീസ് തരുന്ന ഓരോ ചാനൽസൊക്കെ ഉണ്ട്, അവരുടെ വരെ നോക്കിയിട്ടും എനിക്ക് തൃപ്തിയായിട്ടില്ല. എനിക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ നല്ല ഉരുണ്ട് വീർത്ത് നല്ല ഗുണ്ടുമണിയായിട്ടുള്ള പഴംപൊരി ഇല്ലേ, അങ്ങനത്തെ പഴംപൊരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതെങ്ങനെ ചെയ്യണേ എന്തായതെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഒരു ചാനലിൽ നിന്ന് എനിക്ക് ആ റെസിപ്പി കിട്ടിയിരുന്നില്ല. ഞാൻ തന്നെ പല രീതിയിൽ പരീക്ഷിച്ച് അവസാനം എനിക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ ആ ഒരു ഇതിൽ നമുക്ക് പല അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന കാര്യങ്ങൾ ശരിയല്ല, അതുകൊണ്ടാണ് പറ്റിയതെന്ന് മനസ്സിലാവില്ല, തോന്നില്ല നമുക്ക്. അങ്ങനെ ഞാൻ മാറ്റങ്ങൾ സ്വയം വരുത്തി ഒരു റെസിപ്പി കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഗുണ്ടുമണിയായിട്ടുള്ള പഴംപൊരി എനിക്ക് കിട്ടി. പിന്നെ മാത്രമല്ല ശരിക്കും നമ്മൾ ചായക്കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റും. അപ്പോൾ റെസിപ്പി ഉള്ളവർ ചോദിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോവും. നോക്കിക്കോ, എണ്ണയിലിട്ട് ഒഴിക്കണ നല്ല ഉരുണ്ട് വീർത്ത് വരണം കണ്ടോ കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കണതിൽ ഏകദേശം കുറച്ചൊരു എക്സ്പേർട്ടൊക്കെ ആയിന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിള്ളേരെല്ലാവരും പറഞ്ഞു. എനിക്ക് കഴിച്ചപ്പോഴും നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. മറ്റേത് എനിക്ക് പഴംപൊരി സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി, അയ്യോ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും, പഴംപൊരി വീർക്കില്ല. അപ്പോൾ സോഡാപ്പൊടി കിട്ടാലും എനിക്കെന്തോ ശരിയാവാത്ത പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കൊരു തൃപ്തിയില്ല. പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എൻ്റെ നെറ്റിങ്ങനെ ചൊളിയും, അയ്യോ വേണോ ഞാൻ ഉണ്ടാക്കി ശരിയാവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഓക്കെയാണ്. തീൻ്റെ ചൂടും അതുപോലെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും പിന്നെ നമ്മൾ ചേർക്കുന്ന ചേരുവകളുടെ കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ പഴംപൊരി അടിപൊളിയാവണം കേട്ടോ. ഞാൻ കോരിയെടുക്കുമ്പോൾ നോക്കിക്കോട്ടെ, നല്ല ഉരുണ്ട് വീർത്ത പഴംപൊരി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എന്തായാലും വീഡിയോ ആയിട്ടൊക്കെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി ഞാൻ കൂടുതൽ വിശേഷങ്ങൾ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നല്ലോണം കുറവുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ. എനിക്ക് എത്രയും പെട്ടെന്നൊരു 500 സബിലേക്കൊക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.